കാലടി സർവകലാശാല അധികൃതർക്ക് മുന്നിൽ മുട്ടുമടക്കി SFI. രാത്രി 11 മണിക്ക് തന്നെ പ്രധാന കവാടം അടയ്ക്കുമെന്ന പ്രഖ്യാപനം നടപ്പാക്കിയിരിക്കുകയാണ് സർവകലാശാല. ഇന്നലെ രാത്രി 11 മണിക്ക് കവാടം അടച്ചുവെങ്കിലും യാതൊരു പ്രതിഷേധവും സമരം നടത്തിയിരുന്ന SFIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുകയാണ്. അരുൺ, ഇന്നും വലിയ പ്രതിഷേധമൊന്നും ഉണ്ടായില്ല എന്നാണ് മനസ്സിലാകുന്നത്. അതായത് SFI പൂർണ്ണമായും മുട്ടുമടക്കി എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ഇന്നലെ ഈ ഗേറ്റ് അടയ്ക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ CPM നേതാവ് തന്നെ അഡ്വക്കേറ്റ് KS അരുൺകുമാർ, സിൻഡിക്കേറ്റ് അംഗമാണ്, അദ്ദേഹം തന്നെയാണ് വാർത്താ ഗ്രൂപ്പിലേക്ക് ഈ ദൃശ്യങ്ങൾ പങ്കിട്ടത്. അതിനുശേഷം ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. മറ്റൊരു വശത്ത് SFI ആണ് അവിടെ ശക്തമായ സമരം നടത്തുന്നുവെന്ന് അവകാശപ്പെടുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും 11 മണിക്ക് സർവകലാശാലയുടെ പ്രധാന കവാടം അടയ്ക്കുമെന്നുള്ള ഒരു തീരുമാനം അത് സർവകലാശാല നടത്തി മുന്നോട്ട് പോവുകയാണ്. പക്ഷേ അതിൽ ചില പിഴവുകളൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ള ഒരു ആരോപണങ്ങളൊക്കെ തന്നെയുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും അത് വലിയ ചർച്ചയാകാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. എന്തായാലും ഒരു അരക്ഷിതമായ ഒരു അവസ്ഥയിലേക്ക് ക്യാമ്പസ് ഒന്നാകെ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സിൻഡിക്കേറ്റ് ഇടപെട്ടുകൊണ്ട് ഇത്തരത്തിൽ ഇടതുപക്ഷ സിൻഡിക്കേറ്റാണ് ഈ സിൻഡിക്കേറ്റ് ഇടപെട്ടുകൊണ്ട് ഇത്തരം ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. 11 മണിക്ക് ശേഷം സർവകലാശാല കവാടം തുറക്കില്ല എന്നുള്ള ഒരു തീരുമാനം തന്നെയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വാഹനങ്ങൾക്കും സർവകലാശാലയിലേക്കുള്ള വാഹനങ്ങൾക്കും കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 5 മണിക്ക് ശേഷം ക്ലാസ് റൂമുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ഈ പ്രധാന നിർദ്ദേശങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് നടത്തി വന്നിരിക്കുന്നത്. എന്തായാലും ഇതിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധമായിരുന്നു ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ SFI മുന്നോട്ട് വെച്ചിരുന്നത്. ഈ പുതിയ നിർദ്ദേശങ്ങൾ പ്രഖ്യാപിച്ച ജൂലൈ 1 മുതൽ ഇന്നലെ വരെയും വലിയ സമരങ്ങൾ SFI നടത്തിയിരുന്നു. പക്ഷേ ഇന്നലെ 11 മണിക്ക് ഗേറ്റ് അടച്ചപ്പോൾ യാതൊരു തരത്തിലുള്ള സമരവും SFIയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുകയും ചെയ്തിട്ടില്ല. എന്തായാലും വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ കാര്യമായ ഒരു സമരങ്ങളില്ലാതെ ഈ പ്രശ്നത്തിൽ നിന്നും ഒളിച്ചോടേണ്ട ഒരു സാഹചര്യമാണ്, അല്ലെങ്കിൽ സർവകലാശാലയ്ക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് SFIയെ പ്രതിരോധത്തിലാക്കിയ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സർവകലാശാല ചെയ്തത്. അവർ ഇറക്കിയ ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ വിദ്യാർത്ഥികളുടെ ന്യായമായ ആവശ്യങ്ങളൊക്കെ തന്നെയും കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ പരിഹരിക്കപ്പെട്ടു. പക്ഷേ ഈ 11 മണിക്ക് ശേഷവും സർവകലാശാലയുടെ കവാടം തുറന്നിടണമെന്നുള്ളൊരു ആവശ്യം അതൊരിക്കലും നടപ്പാക്കാൻ കഴിയില്ല. ഇത്തരത്തിലുള്ള സമരത്തിന് പിന്നിൽ ബാഹ്യശക്തികളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമരം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് സർവകലാശാല പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ സർവകലാശാല പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ലഹരി മാഫിയയുടെ ഒരു താവളമായി ഈ കേന്ദ്രം മാറുകയാണ്. ലഹരി മാഫിയയെ സഹായിക്കാനുള്ള ഒരു തീരുമാനമായി ഈ സമരത്തെ കാണുന്നു എന്നുള്ള ഒരു സർവകലാശാലയുടെ ഒരു മുന്നറിയിപ്പ്. അത് SFIയെ സംബന്ധിച്ചോളം CPM നിയന്ത്രണത്തിലുള്ള ഒരു സർവകലാശാലയാണ്. സിൻഡിക്കേറ്റുകൾ എല്ലാം CPM നിയന്ത്രണത്തിലുള്ളതാണെന്ന് അവർ തന്നെ ഈ കൃത്യമായ ഒരു നിലപാട് എടുക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിൽ വന്നിരിക്കുന്നത്. അതുതന്നെയാണ് ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയായി വന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെയൊക്കെ തന്നെ പലതവണ നമ്മൾ വാർത്തയിലൂടെയൊക്കെ തന്നെ നൽകിയതാണ്, ഈ ക്യാമ്പസിനുള്ളിലെ ഹോസ്റ്റലിൽ അപരിചിതരായ ആളുകൾ, ഈ ക്യാമ്പസുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ലാത്ത ഒരുപാട് ആളുകൾ എത്തുന്നുണ്ട്. അതെങ്ങനെയാണ് എന്നറിയില്ല, എന്താണ് ഇവർക്ക് ഈ ക്യാമ്പസിലെ ഹോസ്റ്റലിനുള്ളിൽ കാര്യമെന്നറിയില്ല. ഇങ്ങനെ ആളുകൾ എത്തുന്നത് സർവകലാശാല തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇത് സുരക്ഷ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ പോലീസിന് ഈ സമരത്തിൽ നിന്നും രക്ഷ നേടിക്കൊണ്ട് സർവകലാശാല SFIയുടെ സമരത്തിൽ നിന്നും രക്ഷ നേടിക്കൊണ്ട് ഈ സർവകലാശാല പോലീസിനെ സമീപിക്കേണ്ട അവസ്ഥയിലേക്കൊക്കെ തന്നെ വന്നിരുന്നു. അങ്ങനെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ തന്നെ എത്തുകയും ചെയ്തിരുന്നു. ഇതിനൊടുവിലാണ് ഇപ്പോൾ ഈ സമരം അവസാനിപ്പിക്കുന്ന, അല്ലെങ്കിൽ സമരത്തിൽ ഈ 11 മണിക്ക് മുഖ്യ കവാടം അടയ്ക്കുമ്പോഴും യാതൊരു തരത്തിലുള്ള പ്രതിഷേധവും ഇല്ലാതെ SFI ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം നീലിമ.